ഹലോ, നമുക്കപ്പോൾ ഇന്നൊരു പൊളപ്പ മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കിയാലോ? പൊളപ്പ മാങ്ങാക്കറി എന്നല്ല, ഒരു അങ്കമാലി മാങ്ങാക്കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും അവസ്ഥ എന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി എടുക്കും. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് ഒരു പദം വരുത്തണം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് നല്ല ഇതാവണം. ഇനി നമുക്ക് ഒരു നാളികേരം ചിരകിയത് ഒന്ന് പാലാക്കിയെടുക്കണം. അപ്പോൾ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് ഈ മിശ്രിതം ഇട്ട് കൊടുത്ത് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം 1-ാം പാലും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ.